നമസ്കാരം. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വാഹനങ്ങൾക്കൊക്കെ മുടങ്ങാതെ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. വാഹനം അപകടം ഉണ്ടാവണം, എനിക്ക് ആ ഇൻഷുറൻസിന്റെ തുക മുതലാക്കണം എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ആരോഗ്യ ഇൻഷുറൻസ്. നമ്മൾ വർഷത്തിൽ മുടക്കുന്ന തുക നമുക്കൊരു അസുഖം വരണം, എനിക്ക് മുതലാക്കണം എന്നുള്ളൊരു ചിന്ത ഒഴിവാക്കുക. കാരണം പലരും എന്നോട് ചോദിക്കുന്നത് ഈ ഇൻഷുറൻസിന് പൈസ കെട്ടിവെച്ച് കഴിഞ്ഞാൽ അസുഖമൊന്നും വന്നില്ല, അത് വെറുതെ പോകുകയല്ലേ എന്നാണ്. ആ ചിന്തയാണ് നമ്മൾ മാറ്റുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പലരും അവിടുത്തെ ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതും പലരുടെ ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടി നാട്ടുകാരൊക്കെ ചികിത്സാ സഹായ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ചികിത്സകൾ നടത്തുന്നത്. ഇതൊക്കെ നമ്മുടെ വീട്ടിലും വരികയില്ല എന്നുള്ളത്. കാരണം കൊറോണ വന്നിട്ട് ചൈനയിൽ വന്ന സമയത്ത് അവിടെയല്ല എന്ന് ചിന്തിച്ച് മാസങ്ങൾക്ക് കൊണ്ട് നമ്മുടെ നാട്ടിലും വന്നു. അതിനുശേഷം നമ്മൾ അതിന് ബദലായിട്ടുണ്ടാക്കിയ വാക്സിൻ എടുത്താൽ പിന്നെ ഇപ്പം ഇല്ലാത്ത അസുഖങ്ങൾ. അപ്പം നമ്മൾ നല്ലൊരു ഇൻഷുറൻസ് എടുത്ത് വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അസുഖങ്ങൾ വന്നതിന് ശേഷം ഇതെടുക്കാൻ നമുക്ക് ശരിയായ രീതിയിൽ എടുക്കാൻ സാധിക്കില്ല. അത് കാരണം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സമയത്ത് എടുക്കുക. അതും ഏതെങ്കിലും ഒരു പ്ലാൻ അല്ല, നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ വ്യത്യസ്തമായ കുറേ ഫീച്ചേഴ്സ് ഉള്ള പ്ലാൻ തന്നെ എടുക്കണം. പലപ്പോഴും പെട്ടെന്ന് സെയിൽ നടക്കാൻ വേണ്ടി ചില ഏജന്റുമാരൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ ചെറിയ തുകയുടെ പ്ലാൻ ആദ്യം കാണിച്ചു തരും, അത് വെച്ച് സെയിൽ. നിങ്ങൾ പിന്നീട് ക്ലെയിമുകൾക്ക് പോകുമ്പോഴാണ് നിങ്ങളുടെ പ്ലാനിന് ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് ഇത്ര പൈസ ഇവിടെ അടച്ചാലേ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ട് അത് ഒഴിവാക്കുക. എക്സ്പീരിയൻസ് ഉള്ളവരുടെ പരമാവധി ഫീച്ചർ ഉള്ള പ്ലാൻ, ഏറ്റവും ലളിത EMI വ്യവസ്ഥയിലൊക്കെ എടുത്തു വെക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അസുഖങ്ങളൊക്കെ വരാതിരിക്കട്ടെ. വരുന്ന സാഹചര്യത്തിൽ നല്ല കവറേജും നല്ല പരിരക്ഷയും